ഹലോ, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വിവാഹ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ശ്രുതിയെ കാണാതെ ടെൻഷൻ അടിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ തന്നെയാണ്. ശ്രുതി കൂട്ടുകാരിയോട് പറയാ, എടി ആ പിയെ എങ്ങാനും ഇനി കല്യാണ മണ്ഡപത്തിലെത്തി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുവോ? അപ്പൊ കൂട്ടുകാരി ഇവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, എടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ല, ഇന്ന് നിന്റെ കല്യാണമാണെന്നൊക്കെ അയാൾക്കറിയാം. എന്നാൽ കൂടിയും അയാൾ അങ്ങനെയൊന്നും വന്നൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. നീ പേടിക്കൊന്നും വേണ്ട. പിന്നെ വരുന്ന കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് കൂട്ടുകാരി ഇവളെ സമാധാനിപ്പിച്ച് അവളെയും കൂട്ടി വണ്ടിയിൽ കയറി. അപ്പം വണ്ടിയിലിരിക്കുന്ന ആ ഒരു സമയത്ത് കൂടി പിയുടെ ഫോണിൽ നിന്ന് കോളിങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ആണെങ്കിൽ ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ കണ്ട ഭാവം പോലും നടിക്കാതെ അവിടെ അങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഇനി സത്യങ്ങളൊക്കെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞാലോ? ശ്രുതി ഒരുപക്ഷെ സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിലോ എന്നുള്ളൊരു ചിന്തയാണ് ഇവളുടെ മനസ്സ് നിറയെ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് പി എ ആണെങ്കിൽ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുക. അപ്പം എന്താ കോള് വന്നതും ഇവളാണെങ്കിൽ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം, ആ കല്യാണി മോളെ, അപ്പം നീ എൻ്റെ നമ്പർ കണ്ടാലേ ഫോൺ എടുക്കാതെ ഉള്ളൂ അല്ലേ? എനിക്ക് മനസ്സിലായി. നീ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്? ആ ക്ഷേത്രത്തിൽ തന്നെ ഞാനും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. നിന്റെ കല്യാണം മുടക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായി പോയില്ലേ? അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതിന് എൻ്റെ കല്യാണം നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ വെച്ചാണല്ലോ എന്ന് ഇവളൊരു കളവ് പറയുമ്പോഴത്തേക്കിനും, ഓഹോ നാട്ടിലെ അമ്പലമാണല്ലേ? ആ മോളെ, എന്തായാലും നിന്റെ ഉടായ്പൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. അവിടെ ക്ഷേത്രത്തിൽ നിന്റെ പേരിൽ പ്രത്യേക വഴിപാട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നും പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പേര് സഹിതം പറയുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് പേടിയായി. ഇനി ഇവൻ ഈ അമ്പലത്തിലേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലവും താൻ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുളുവായി പോവല്ലോ. അത് മാത്രമോ, ഇതിൻ്റെയൊക്കെ പേരിൽ ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ട് ശ്രുതി ടെൻഷൻ അടിച്ച് ഒരു വഴിയായി നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരിയാണെങ്കിലോ, എടി നീ പേടിക്കണ്ട, അയാൾ ചിലപ്പോൾ നിന്നെ ഭീഷണിപ്പെടുത്തിയതായിരിക്കും, നീ സമാധാനമായിട്ട് വാന്നും പറഞ്ഞ് അവളെ ഒരുവിധം കൂട്ടി അങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. കല്യാണത്തിന് അധിക സമയമൊന്നുമില്ല. അപ്പം പെണ്ണിനെ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ, ഈ പെണ്ണിനി മുങ്ങിയോ? അപ്പം നമ്മുടെ സച്ചി പറഞ്ഞത് ചന്ദ്രമതി ഇങ്ങനെ ഓർക്കുകയാണ്. ശ്രുതി കല്യാണത്തിൽ നിന്നും പോയതുപോലെ തന്നെ ഇനി ശ്രുതിയും അതുപോലെ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെച്ച് ഒളിച്ചോടി എങ്ങാനും പോയിരിക്കുമോ എന്നുള്ളൊരു ചിന്ത. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ഇല്ലടി, ആ പെങ്കൊച്ച് അങ്ങനെയുള്ളൊരു പെങ്കൊച്ചൊന്നും അല്ല, അവള് നല്ല ഒന്നാം തരം ഒരു തറവാടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ അങ്ങോട്ട് വരിക. അപ്പൊ ശ്രുതിയെ വലിയ കാര്യത്തിന് നമ്മുടെ ചന്ദ്ര അങ്ങ് സ്വീകരിച്ചു. അതിനുശേഷമാണെങ്കിലോ ഇവളെ കൊണ്ടുപോയി ഡ്രസ്സിങ് റൂമിലൊക്കെ ആക്കി. അപ്പൊ ശ്രുതിക്ക് നമ്മുടെ ശ്രുതിയെ കണ്ടതും, ശ്രുതി ഇന്ന് നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു റൊമാൻസും ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ വരുന്ന സമയത്ത് ശ്രുതി സമനില തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം റെഡിയാക്കി, നമ്മുടെ കല്യാണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് തഞ്ചത്തിന് അവനോട് കാര്യങ്ങൾ പറഞ്ഞു. അവൾ ആ ഒരു ഡ്രസ്സിങ് റൂമിലേക്ക് പോവാണ്. പിന്നീട് ആ റൂമിൽ ചെന്ന് കൂട്ടുകാരിയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭയങ്കര ചർച്ചയാണ്. എങ്ങനെയെങ്കിലും ആ പി എ ഇങ്ങോട്ട് വരുന്നത് ഒന്ന് തടയണം. അയാൾ വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ പറഞ്ഞത് കൂട്ടുകാരി നമ്മുടെ ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ്. എടി നീ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ വരില്ല. ഞാൻ നിനക്ക് കുറച്ച് കഴിക്കാൻ ഫുഡ് എടുത്തു തരാം. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ എത്ര സമയം പിടിക്കും? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കിനും നിന്റെ മുഖമൊക്കെ ആകെ മുഴുവൻ ഡള്ളാവും. അല്ലെങ്കിൽ തന്നെ നീ ഇന്നലെ മര്യാദക്കൊന്നും കിടന്ന് ഉറങ്ങിയത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ, ദയവ് ചെയ്ത് നീ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കാന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ മീനയുടെ അടുത്ത കാര്യങ്ങൾ പറയുക. എടി ഞാൻ ശ്രുതിയോട് സത്യങ്ങൾ പറയട്ടെ, അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അയാൾ ഇതിന് ശേഷം ആ പി എ വന്ന് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചന്ദ്രമതി എന്ന് പറയുന്ന സാധനം പെരുമാറുന്നത്. ഇപ്പൊ തന്നെ അവരെ വലിയൊരു കടക്കണിയിലാണ് ഞാൻ കൊണ്ടുപോയി പെടുത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ എനിക്ക് തന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ ആ ഒരു സ്വർണ്ണമൊക്കെ എടുത്തു തന്നതും അതും എല്ലാം കൂടെ കൂട്ടി അവരെന്നെ വെച്ച് പൊറപ്പിക്കില്ല എന്നും പറഞ്ഞ് ശ്രുതി കൂട്ടുകാരിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളാണെങ്കിലോ, എടി അതിന് അയാൾ ഇവിടെ വന്നെങ്കിലല്ലേ ഉള്ളൂ, നീ ഒന്ന് സമാധാനിക്കെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ
നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചിയെ ഒരു പുള്ളിക്കാരൻ ഓട്ടോ ഒക്കെ വിളിച്ചില്ലേ, അപ്പോൾ ദാ നമ്മുടെ സച്ചി ആ ഒരു പുള്ളിക്കാരനെ പിക്ക് ചെയ്യാൻ ചെല്ലുക. അത് മറ്റാരും അല്ല, നമ്മുടെ പി എ തന്നെയാണ്. പി എ വലിയ കാര്യത്തിന് വണ്ടിയിൽ കയറി. അപ്പോൾ സാറേ എങ്ങോട്ടാ പോവേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ക്ഷേത്രത്തിൻ്റെ പേരും ഒക്കെ പറഞ്ഞു. അപ്പോൾ സച്ചിക്ക് ആശ്വാസമായി. എന്തായാലും തനിക്ക് പോവേണ്ട വഴിക്ക് തന്നെയാണ് ഇയാൾക്കും പോവേണ്ടതെന്ന് അറിഞ്ഞപ്പം സച്ചി നല്ല സന്തോഷത്തിലായി. അങ്ങനെ സച്ചിയും ഇയാളും കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് ഇവളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. തനിയെ തന്നെ സംസാരിക്കുന്നു. അപ്പം ഇവൻ്റെ ഈ ഒരു മട്ടും ഭാവവും സംസാരവും ഒക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ സച്ചിക്ക് ശരിക്കും ദേഷ്യമായി കേട്ടോ. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഒരു സ്ത്രീയെ പറ്റി ഇത്ര വൃത്തികേടൊക്കെ സംസാരിക്കണമെങ്കിൽ ഇവൻ പക്ക ഒരു ക്രിമിനൽ ആയിരിക്കും, പക്ക ഫ്രോഡായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സച്ചി ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പക്ഷേ ഇയാളോട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇയാൾ തൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ക്ഷമയോടുകൂടി സച്ചി ആ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിലോ നമ്മുടെ ശ്രുതി രണ്ടും കൽപ്പിച്ച് നേരെ നമ്മുടെ സുധിയെ വിളിക്കുകയാണ്. അപ്പം സുധിയാണെങ്കിൽ ഈ ഫോൺ കണ്ടതും പറയ് ശ്രുതി, നിനക്ക് എന്തേലും എന്നോട് പ്രത്യേകം പറയാനുണ്ടോ എന്ന് ചോദിച്ച് വലിയ കാര്യത്തിന് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചാലും ഇവന് മുടിഞ്ഞ റൊമാൻസ് ആണല്ലോ എന്നും പറഞ്ഞ് കൂട്ടുകാരിയാണെങ്കിൽ പറ്റേ നിന്ന് ഇങ്ങനെ പെറുപെറുക്കുക. അപ്പം ശ്രുതി പറഞ്ഞു, എടി ഒന്നും മിണ്ടാതെ ഇരിക്കുക, ഞാൻ അയാളോട് സത്യങ്ങളൊക്കെ പറയട്ടെ എന്നും പറഞ്ഞ് അതെ ശ്രുതി എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ടെന്ന് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞതും ഇവനാണെങ്കിൽ എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്ന് പറയാമല്ലോ എന്നും പറഞ്ഞ് അവൻ ഇത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ്. അപ്പം താൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുവരെ ശ്രുതിയോട് പെരുമാറിയതും ഒക്കെ ചെറിയ ചെറിയ തിരുത്തലുകളുണ്ട്. തൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി നടന്നെന്നും തൻ്റെ 17ാമത്തെ വയസ്സിൽ താൻ ഒരു വയസ്സനെ വിവാഹം കഴിക്കേണ്ടി വന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞാണ് ആദി എന്നുള്ള കാര്യവും ഉൾപ്പെടെ ഇവള് നമ്മുടെ സുധിയോട് പറയാണ്. അപ്പം സുധി ഇതൊക്കെ കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുക, അല്ല എന്താ ഇനി നിങ്ങൾ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ വിവാഹമണ്ഡപത്തിലേക്ക് വരണോ അതോ ഞാൻ മടങ്ങി പോകണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഒരക്ഷരം പോലും ഇപ്പുറത്ത് നിന്നും റെസ്പോൺസ് ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പം അവൾക്ക് മനസ്സിലായി അവൻ ഈ സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ദേഷ്യം വന്നിട്ട് ഫോൺ വെച്ചതായിരിക്കുമെന്ന്. അങ്ങനെ വളരെ സങ്കടത്തിൽ നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറഞ്ഞു, ഇപ്പം അവൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അപ്പം അവളാണെങ്കിലോ, എടി അവന് നിന്നോട് നീ പറയുന്നത് പോലെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായനെ. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞുള്ളതും അതും വിവാഹം കഴിഞ്ഞതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സ്വീകരിക്കുമോ? സാരമില്ല, നീ വിഷമിക്കുമൊന്നും വേണ്ട, നമുക്കിവിടുന്ന് പോവാന്നുള്ളൊരു തീരുമാനത്തിൽ രണ്ടുപേരും കൂടെ എത്തുകയാണ്. അപ്പം ശ്രുതിക്ക് നല്ല വിഷമമുണ്ട്. ഇത്രയും കാലവും താൻ സ്വന്തമാക്കാമെന്ന് വിചാരിച്ച ആ ഒരു ജീവിതം അത് തൻ്റെ കൺമുന്നിൽ വന്നിട്ട് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അപ്പം ഇവിടെ ഇവളിങ്ങനെ സങ്കടപ്പെട്ട് ഡ്രസ്സ് പോലും മാറാതെ ആ വന്ന വേഷത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലോ അവിടെ പാവം നമ്മുടെ രേവതിയെ ഇട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും പുള്ളിക്കാരി പാഴാക്കില്ലല്ലോ. അങ്ങനെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് രേവതിക്ക് പ്രത്യേക പരിഗണനയൊക്കെ ആ ക്ഷേത്രത്തിലെ പൂജാരി കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ചന്ദ്രമതിക്ക് ചെറിയൊരു കുശുമ്പ്. ചന്ദ്രയാണെങ്കിലോ നേരെ ചെന്നിട്ട് രേവതിയോട് പറഞ്ഞു, അതേ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ നടക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്, അവിടെ വന്നിട്ട് അതും നീ വന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട, എല്ലാം നാശകോടാലിയായി പോവും. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് വളരെയധികം ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് രേവതി ആട്ടി അങ്ങ് വിടുകയാണ്. അപ്പം ആ സമയം പാവം ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നിട്ട് അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അവൾ വളരെ ദുഃഖത്തിൽ അവളുടെ അമ്മയുടെയും ലക്ഷ്മി അമ്മയുടെയും ശരത്തിൻ്റെയും ദേവുൻ്റെയും ഒക്കെ അടുത്തേക്ക് ആ പൂമാല കെട്ടുന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പം കണ്ണൊക്കെ കലങ്ങി വരുന്ന രേവതിയെ കാണുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താ മോളെ, എൻ്റെ മോൾക്ക് എന്താ ഇത്ര സങ്കടമെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല അമ്മേ. അതിനുശേഷം ദേവു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി നടന്ന കാര്യങ്ങളൊക്കെ ദേവുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഇപ്പം തന്നെ ചോദിക്കണമെന്നും പറഞ്ഞ് ദേവും ശരത്തും കൂടെ ചന്ദ്രമതിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിലോ ഇവരെ പറഞ്ഞു വിലക്കി, മക്കളെ ഇപ്പം നല്ലൊരു ചടങ്ങ് നടക്കുകയല്ലേ, നിങ്ങളായിട്ട് നിങ്ങളുടെ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും
ഉണ്ടാക്കരുത്, അവരുടെ സ്വഭാവം അതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞ് പതുക്കെ ഈ മക്കളെ രണ്ടുപേരെയും സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ ഈ സമയം നമ്മുടെ രവി ആണെങ്കിലോ മുത്തശ്ശിയോട് പറഞ്ഞു, അതെ അമ്മേ, ഇത്രയും സമയമായിട്ട് സച്ചിൻ രേവതി എവിടെ നിൽക്കുകയാണ്? രേവതി മോൾ അവിടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കിനും മതി, ഇനി പൂവൊക്കെ കെട്ടിയത് മതി, ഇവിടെ പെണ്ണിനെ വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവളല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ രവി വന്ന് രേവതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് തീരെ ദഹിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ രേവതി പോയി ശ്രുതി ഒരുങ്ങുന്ന ആ ഒരു റൂമിന് വെളിയിൽ നിന്ന് 2-3 തട്ട് തട്ടിയപ്പോൾ ശ്രുതിയാണെങ്കിലോ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മിക്കവാറും ശ്രുതിയാണെന്ന് വിചാരിച്ചാണ് ശ്രുതിയുടെ കൂട്ടുകാരി പോയി ഡോറ് തുറക്കുന്നത്. അപ്പം മനസ്സിലായി രേവതിയാണെന്ന്. അതെ, എത്രയും പെട്ടെന്ന് റെഡിയായി വരാനായിട്ട് അച്ഛൻ പറഞ്ഞു, അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാണെന്നും പറഞ്ഞ് പാവത്താൻ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയാണ്. പിന്നീടാണെങ്കിലോ ചന്ദ്രമതിയും ഭാമയും കൂടി നമ്മുടെ ശ്രുതിയുടെ റൂം ലക്ഷ്യമാക്കി വന്ന പാടെ തന്നെ ശ്രുതിയാണെങ്കിൽ ഒരുങ്ങാതെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ചന്ദ്ര ചോദിച്ചു, എന്തു പറ്റി മോളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയൊന്നും അമ്മയില്ല കേട്ടോ, അച്ഛൻ കല്യാണത്തിന് പങ്കെടുക്കാത്ത സങ്കടമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ അതൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം അവൾക്ക് മാറാനായിട്ടുള്ള ആ ഒരു പുടവ അത് നമ്മുടെ ചന്ദ്രമതി വളരെ സന്തോഷത്തോടു കൂടി ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ ശ്രുതി വളരെ ഭക്തിയോടുകൂടിയും അമ്മായിയമ്മയോടുള്ള ആദരവോടുകൂടിയും പുള്ളിക്കാരുടെ കാലൊക്കെ തൊട്ടു തൊഴുതു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്ക് ശരിക്കും സങ്കടം വന്നു. സത്യമൊക്കെ ശ്രുതിയോട് വിളിച്ച് പറയുകയും ചെയ്തല്ലോ. ഇനിയിപ്പം കല്യാണത്തിന് അധിക നിമിഷങ്ങളും ബാലൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കും, ആ PA വന്നു കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ ചന്ദ്രമതി പെരുമാറുന്നത് എന്നൊക്കെ ആലോചിച്ച് പുള്ളിക്കാരെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ കൂട്ടുകാർ പറഞ്ഞു, എടി അമ്മായിയമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ ശ്രുതി സത്യങ്ങളൊന്നും നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞു കാണില്ല, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ആ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങ് ഇറങ്ങി വാ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അവളെ നിർബന്ധിപ്പിച്ച് ആ ഒരു പുടവയൊക്കെ ചുറ്റിച്ചു. അങ്ങനെ വലിയ കാര്യത്തിന് ശ്രുതിയും കൂട്ടുകാരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ഗൗരവത്തിൽ നമ്മുടെ ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ശരിക്കും ടെൻഷനായിട്ടോ. ഇവള് ശരിക്കും പേടിക്കാൻ തുടങ്ങി. ഇവൻ എന്താണ് ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് എന്ത് വരുമെന്ന് അറിയാതെ പുള്ളിക്കാരി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പോയി ചോദിച്ചു, അതെ എന്താ വലിയൊരു ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്, എൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ ശ്രുതിയുടെ കൂട്ടുകാരി നമ്മുടെ ശ്രുതി ഒന്ന് ഇങ്ങനെ ഇരുത്തി നോക്കി. അങ്ങനെ നോക്കുന്ന ആ ഒരു സമയത്ത് ശ്രുതിയുടെ ഉള്ള ജീവനും കൂടെ പോയി. അവൾ ശരിക്കും പേടിച്ചതുപോലെ ഇവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവൻ അത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നതാണ് എന്ന് കരുതി ശ്രുതി അവൻ്റെ അടുത്ത് ചെന്നിട്ട്, എന്നോട് ക്ഷമിക്കണം, ഇത്രയും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇനി എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ഇവൾ ശ്രുതിയോട് ചോദിക്കുന്ന ആ ഒരു സമയം, അതിന് നീ സത്യം പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലല്ലോ, നിങ്ങൾ കേട്ടില്ലേ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലേ എന്ന് ഇവൾ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് അവിടെ ചെറിയൊരു ടെസ്റ്റ് നടന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ രവി ഇവൻ ഒരുങ്ങിക്കിട്ട് നിന്ന ആ ഒരു സമയത്ത് ശ്രുതി വിളിച്ചല്ലോ, അപ്പോഴത്തേക്കിനും നീ മതി ഫോണിൽ സംസാരിച്ചതെന്നും എളുപ്പം കല്യാണ മണ്ഡപത്തിലേക്ക് വരാനും പറഞ്ഞ് ഇവൻ്റെ കയ്യിൽ നിന്നും ബലമായിട്ട് ഫോൺ പിടിച്ചു വാങ്ങി വെച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒന്നും നമ്മുടെ ശ്രുതി കേട്ടിട്ടേ ഇല്ല. അപ്പം ഈ പൊട്ടൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കൂട്ടുകാരിയാണെങ്കിലോ ഇവള് സത്യങ്ങൾ വിളിച്ച് പറയരുത് എന്ന് വിചാരിച്ച് അവളുടെ ചെവിയിൽ പോയി രഹസ്യം പറയുകയാണ്. എടി ഇത് പറ്റിയ അവസരമാണ്, ഇതുവരെ ആ PA വന്നിട്ടില്ല, ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിന്റെ വിവാഹം നല്ല സുന്ദരമായിട്ട് നടക്കും, നീ ആയിട്ട് ഇനി ഒന്നും പറഞ്ഞ് നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് കൂട്ടുകാരി ഇവളെ വട്ടം പിടിച്ചു. അപ്പം ശ്രുതി പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അരങ്ങേറുമ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് വളരെ മോശമായിട്ട് PAയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പം അവളെ ഇന്ന് രാത്രി തന്നെ എനിക്ക് കിട്ടും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇന്ന റൂം എടുക്കാം, അവിടെ സെറ്റപ്പ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു നമ്മുടെ സച്ചിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. സച്ചിയാണെങ്കിലോ ആ വണ്ടി അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങോട്ട് ഇറങ്ങിക്കേടാന്നും പറഞ്ഞ് അവനെ ആ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങ് പിടിച്ചിറക്കി. അതിനുശേഷമാണെങ്കിൽ നല്ല ഒന്നാം തരം അടിയൊക്കെ വെച്ചു കൊടുത്തു. എടാ നീയേ, നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ, ഇത്രയും വൃത്തികേട് അത് നീ എൻ്റെ വണ്ടിയുടെ അകത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടുന്ന ആളൊന്നും അല്ലടാ ഞാൻ, എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കിക്കോന്നും പറഞ്ഞ് സച്ചി നമ്മുടെ PAയെ പിടിച്ച് നല്ല അടിയങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ PA ആണെങ്കിലോ സച്ചിയെ തിരിച്ചടിക്കാൻ ചെല്ലുമ്പോൾ ആ കൈ പിടിച്ച് തിരിച്ചോടിച്ചേച്ചും സച്ചി ഒരു അടിയും കൂടി അവൻ്റെ തല നോക്കി കൊടുക്കുകയാണ്. അപ്പം ഇവന് ഇവിടെ നിന്നാൽ ഇനി ശരിയാകില്ല, ഇവൻ പ്രശ്നക്കാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് PA ആണെങ്കിൽ നെട്ടോ
പുറത്തോട്ട് ഓടുന്ന ആ ഒരു സമയത്ത് അവിടെ വേറൊരു ട്വിസ്റ്റ് വരുവാണ്. അത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോരുമ്പോഴത്തേക്കിന് രവി വിളിച്ചു, എടാ മോനെ, ഇവന്റെ കല്യാണം കഴിയാറായി, ഇനിയെങ്കിലും നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ എത്തുവച്ചാ, ഞാൻ ഈ പരിസരത്തൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീടാണെങ്കിൽ ആ ഒരു മണ്ഡപത്തിന്റെ സൈഡിൽ എത്തിയതും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മയോടും ശരത്തിനോടും ദേവുവിനോടും ഒക്കെ ഒപ്പം ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ കണ്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, ദേ മോളെ, കാര്യങ്ങളൊന്നും സച്ചി അറിയരുത്. സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇന്ന് ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും പറഞ്ഞ് ഈ അമ്മ മക്കളെയൊക്കെ വിലക്കുമ്പം രേവതി കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അവൾ അവിടുന്ന് പതിയെ അങ്ങ് എഴുന്നേറ്റു. അതിനുശേഷമാണെങ്കിൽ പൂ കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കുമ്പം, അല്ല അകത്ത് കല്യാണമൊന്നും നടന്നില്ലേ? നടന്നിട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അകത്തല്ലേ കല്യാണമെന്നും പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയം, ഇല്ല ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് രേവതി അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങുമ്പം സച്ചിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. സച്ചി ചോദിക്കാണ്, എന്താ നീ എന്താ അകത്തോട്ട് വരാത്തത്? കല്യാണം കഴിഞ്ഞു പോയെന്ന് ചോദിക്കുമ്പോൾ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കല്യാണമൊക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നോളും, നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് ഇവള് സച്ചിയെ പിടിച്ച് വീട്ടിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി അവിടെ നിൽക്ക്, സത്യം പറയുന്നും പറഞ്ഞ് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം രേവതി സത്യങ്ങളൊന്നും പറയില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മയോട് ചോദിച്ചു. ലക്ഷ്മി അമ്മയെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദേവു കാന്താരി ഉണ്ടല്ലോ, പുള്ളിക്കാരി നടന്ന കാര്യങ്ങൾ, ചന്ദ്രമതി രേവതിയെക്കുറിച്ച് പറഞ്ഞ ആ മോശം കാര്യങ്ങൾ ഒക്കെ എടുത്തു വെച്ച് പറയുകയാണ്. അപ്പം സച്ചിക്ക് മനസ്സിലായി തൻ്റെ ഭാര്യ ഒരു അപശകുനമാണെന്നും മഹാലക്ഷ്മി അല്ലെന്നും മൂശാട്ടയാണ് എന്നുമുള്ള രീതിയിലൊക്കെ ചന്ദ്രമതി പറഞ്ഞതൊക്കെ കേൾക്കുമ്പം സച്ചിക്ക് ശരിക്കും ദേഷ്യം വന്നു. അതെ, അവരോട് ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ ഒരക്ഷരം പോലും എന്നോട് മിണ്ടാതിരുന്നേന്നും പറഞ്ഞ് രേവതിയുടെ കൈയും പിടിച്ച് സച്ചി നേരെ ചോദിക്കാൻ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുധിയുടെ ആ ഒരു താലിയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തൊട്ട് വണങ്ങാനായിട്ടൊക്കെ കൊടുക്കുകയാണ്. കതിർമണ്ഡപത്തിലെ ചെറുക്കനും പെണ്ണും ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ചന്ദ്രമതി ആണെങ്കിലോ, എൻ്റെ മക്കൾക്ക് കണ്ണ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ചപ്പ പറഞ്ഞു, അതേ സച്ചിയും രേവതിയും വന്നല്ലോ, മോളെ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെടുക. അതെ, ഈ കല്യാണം നടക്കണോ വേണ്ടേ എന്നുള്ളത് ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതിയെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഈ ചെറുക്കൻ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണാവോ? അങ്ങനെ നമ്മുടെ രേവതിയെക്കുറിച്ച് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിച്ചെന്നും ഇവള് അപശകുനമാണ് എന്നൊക്കെ പറഞ്ഞെന്നും ഒക്കെ പറയുമ്പോൾ നമ്മുടെ രവി ചോദിച്ചു, ആരാണ് മോനെ ഇത്രയും വിവരം കിട്ട വർത്തമാനമൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അതിപ്പം അത്രയും വിവരക്കേട് ഈ വീട്ടിലുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യക്കായിരിക്കൂടാന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ പേര് പറയുമ്പോഴത്തേക്കിന് ചന്ദ്രമതിയെ നോക്കി രവി പല്ലിറമ്മുമാണ്. അപ്പം രവിക്ക് ദേഷ്യം വന്നെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. അങ്ങനെ ചന്ദ്ര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, എൻ്റെ ഭാര്യ എത്രമാത്രം നല്ലവളാണ് എന്നുള്ളത് എനിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവള് നിങ്ങളൊക്കെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്താ? വെറും കഷ്ടം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, വെളുപ്പിന് 4 മണി തൊട്ട് എൻ്റെ ഭാര്യ ഇവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അവളെ എന്തുമാത്രം കുറ്റമാണ് നിങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ചന്ദ്രമതിയുടെ നേരെ തിരിയുമ്പം, എടാ ഞാനതിന് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഇങ്ങനെ ചന്ദ്രമതി മാപ്പ് പറയാൻ തയ്യാറാവാതെ നിൽക്കുന്ന ആ ഒരു സമയം സച്ചിയാണെങ്കിലേ, ഞാൻ വിചാരിക്കണം ഈ കല്യാണം ഇവിടെ നടക്കണോ വേണ്ടേ എന്നുള്ളത്, അതുകൊണ്ട് ഈ താലി ഇവിടെ ഉണ്ടെങ്കിലല്ലേ കല്യാണം നടക്കുള്ളൂ എന്നും പറഞ്ഞ് ആ താലി തട്ടിപ്പറിക്കാൻ തുടങ്ങുമ്പം ചന്ദ്രമതിക്ക് പണി പാളിയെന്ന് പിടികിട്ടി. ചന്ദ്രയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം നമ്മുടെ ശ്രുതിക്കും ശരിക്കും പേടിയായി. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് പുള്ളിക്കാരി ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിലോ രേവതി പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ തെറ്റാണ്. അമ്മ എന്തെങ്കിലും എന്നെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ താലി എടുത്തുകൊണ്ട് ഓടരുത്. ദേ ഇത് കുട്ടിക്കളിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് രേവതി. അപ്പം രവിയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു, കണ്ടില്ലേ ചന്ദ്രേ, ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം, നിനക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലടി എന്നും പറഞ്ഞ് ചന്ദ്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ചന്ദ്രമതി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനും ഒക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട്
നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും വിവാഹമൊക്കെ നടന്നു. ഈ സമയത്താണ് ആ ഒരു വമ്പൻ ട്വിസ്റ്റ് ഒളിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ PA കാണിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിലും ICUവിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ കാണിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് കുറച്ച് പോലീസുകാരൊക്കെ വന്നു. അപ്പം ഇയാൾക്ക് എന്ത് പറ്റിയതാണ് സാറേ, ഇപ്പോഴത്തെ ഇയാളുടെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുമ്പോഴത്തേക്കിനും ആക്സിഡൻറ്റ് പറ്റി ഇവിടെ വന്നതാണെന്നും അതിന് മുന്നേ ചെറിയൊരു കശപിശിയൊക്കെ നടന്നെന്നും നമ്മുടെ സച്ചിയുമായിട്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും ഉള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും പോലീസുകാർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ അഡ്രസ്സ് തിരക്ക്. ഇവന് വേറൊരു പെണ്ണുമായിട്ടും എന്തൊക്കെയോ ഒരു വിഷയമൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയെയും സച്ചിയെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. അപ്പം ഇവരെ കുറിച്ച് അന്വേഷണമൊക്കെ ആയിട്ട് ആ ഒരു പോലീസുകാർ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിലേക്ക് എത്തുന്നത് കാണിച്ചുകൊണ്ടാണ് അപ്പം ശ്രുതിയെ തേടി പോലീസ് എത്തുകയാണ്. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് എൻഡിങ് ഒക്കെ ഓടുകൂടിയാണ് നമ്മുടെ ഈ ആഴ്ചയിലെ പ്രൊമോ വിശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്